മക്കളെ, ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഗിഡ്കിയിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. പരീക്ഷാ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പരിവാറിനെ കിസ് ഷഹർ സെ യാത്ര ശുരു കീതി. കുടുംബം യാത്ര പുറപ്പെട്ടത് ഏത് പട്ടണത്തിൽ നിന്നായിരുന്നു? യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് എന്നാണ് ചോദ്യം. ദില്ലിയിൽ നിന്ന്. പരിവാർ കഹാം ജാ രഹാ താ. കുടുംബം എവിടെ പോവുകയായിരുന്നു? ഹോഷിയാർപൂരിലേക്ക് പോവുകയായിരുന്നു. യാത്ര കിസ് ഉദ്ദേശസേ കി ജാ രഹി തി. യാത്ര എന്തു ഉദ്ദേശത്തോടു കൂടെയായിരുന്നു? ഷാദി മേ ഷാമിൽ ഹോനെ കെ ലിയെ. വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. പതിനെ കിസ് കോച്ച് സെ യാത്ര കർണേ കാ നിർണയ ലിയ. ഭർത്താവ് ഏതു കോച്ചിൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്? ജനറൽ കോച്ചിൽ. യാത്രാക്കെ സമയ മൗസം കൈസാദ. യാത്രാ സമയത്ത് കാലാവസ്ഥ എങ്ങനെയായിരുന്നു? സർദിക്ക് ഹൽക്കി ദസ്തഗതി. നേരിയ തണുപ്പിന്റെ ഒരു കാലാവസ്ഥയായിരുന്നു. ബച്ചോംനെ കോൺസി സീറ്റ് ജപ്പട്ട് ലി. കുട്ടികൾ കരസ്ഥമാക്കിയ സീറ്റ് ഏതായിരുന്നു? ഗിഡ്കി വാലി സീറ്റ്, വിൻഡോ സീറ്റായിരുന്നു. യുവതി ക്യാ ബേച്ച് രഹി തി. യുവതി എന്താണ് വിൽപ്പന നടത്തിയിരുന്നത്? ജമ്മു കി ഷാൾ. ജമ്മു കാശ്മീരിലെ ഷാൾ ആണ് വിൽപ്പന നടത്തിയിരുന്നത്. പത്നി കിത്തനി ഷാളേം ലേനെ കോ തയ്യാർ ഹോത്തി ഹെ. പത്നി എത്ര ഷാളുകൾ വാങ്ങാനാണ് തയ്യാറാകുന്നത്? 5 ഷാളേം, 5 ഷാളുകൾ. തോൽമോൽ കെ ബാദ് ഷാൾ കി കീമത്ത് കിത്തനി തൈ ഹുയി. വിലപേശലിന് ശേഷം ഷാളിന്റെ വില എത്രയാണ് തീരുമാനിച്ചത്? 150 രൂപയെ പ്രതി ഷാൾ. ഓരോ ഷാളിന് 150 രൂപ. कीमत तय होते समय युवती के चेहरे पर क्या भाव था? വില നിശ്ചയിച്ചതിന് ശേഷം യുവതിയുടെ മുഖത്തുണ്ടായ ഭാവം എന്തായിരുന്നു? ഉസ്കാ ഗല രൂന്ത് ഗയ ഓർ ആങ്കെ ബർ ആയി. അവരുടെ തൊണ്ട ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. യുവതിക്ക് जाने के बाद पत्नी की सुई किस बात पर अटकी रही? യുവതി പോയതിനു ശേഷം ഭാര്യയുടെ ചിന്ത എന്ത് കാര്യത്തിലാണ് തങ്ങി നിന്നത്? പത്നി സോച്ച് രഹി തി കി ഓർ തോൽ മോൽ കർണാ ചാഹിയേതാ. പത്നി എന്താണ് ചിന്തിച്ചത്? കുറച്ചുകൂടെ വിലപേശാമായിരുന്നു. പതി ക്യാ ദേഖ് കർ അതീത് കെ ബാരെ മേ സോച്ചനെ ലഗ. പതി എന്ത് കണ്ടിട്ടാണ് കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? യുവതിക്ക് ആങ്കോं की നമി ഓർ ദുഃഖ് ദേഖ് കർ. ആ യുവതിയുടെ കണ്ണുകളിലെ നനവും അതുപോലെ തന്നെ ദുഃഖവും കണ്ടിട്ട്. യുവതിക്ക് ആങ്കോं की നമി ദേഖർ പതി കോ കിസ്കി യാദ് ആയി. യുവതിയുടെ കണ്ണുകളിലെ നനവ് കണ്ടപ്പോൾ ഭർത്താവിന് ഓർമ്മ വന്നത് ആരെയായിരുന്നു? അപ്പനെ പിതാക്കി യാദ് ആയി. സ്വന്തം പിതാവിനെയാണ് ഓർമ്മ വന്നത്. പതിക്ക് പിതാ ക്യാ കർത്തേ തെ. പതിയുടെ പിതാവ് എന്തു ചെയ്യുകയായിരുന്നു? എന്തു ജോലിയാണ് ചെയ്തിരുന്നത്? റെയിൽഗാഡി മേ സാമാൻ ബേച്ച്തേ തെ. റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു. കഹാനിക്ക മുഖ്യ ഭാവ് ക്യാ ഹെ. കഥയുടെ പ്രധാന ഭാവം എന്താണ്? സഹാനുഭൂതി. പരിവാർ നെ കിസ് ഷഹർ സെ യാത്ര ശുരു കീതി. കുടുംബം ഏത് പട്ടണത്തിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്? എവിടെ നിന്നാണ്? ദില്ലി അല്ലേ? പരിവാർ കഹാം ജാ രഹാ താ. ജമ്മു, ലുധിയാന, ഹോഷിയാർപൂർ, അമൃതസർ. എവിടെയാണ്? ഹോഷിയാർപൂർ. പരിവാർ കൈസെ യാത്ര കർ രഹാ താ. ബസ്, ഹവായി ജഹാജ്, റിക്ഷ, റെയിൽഗാഡി. ഏതാണ്? റെയിൽഗാഡി അല്ലേ? ഗിഡ്കി വാലി സീറ്റ് കിസ്നെ ജപ്പട്ട് ലി. ബച്ചോംനെ, കുട്ടികളാണ് ഗിഡ്കി വാലി സീറ്റ് കരസ്ഥമാക്കിയത്. യുവതി ക്യാ ബേച്ച് രഹി തി. കിതാബേം, ജൂത്തെ, ഷാളേം, ഗിലൗനെ. ഏതാണ് ആൻസർ വരുന്നത്? ഷാളയിലെ ഷാളുകളാണ് വിൽപ്പന നടത്തിയത് യുവതി. യുവതിനെ ശുരു മേം ഏക് ഷാൾ കി കീമത്ത് കിത്തനി ബതായി. യുവതി ആരംഭത്തിൽ ഷാളിന് പറഞ്ഞ വില എത്രയായിരുന്നു? തുടക്കത്തിൽ എത്ര വിലയാണ് പറഞ്ഞത്? 250 അല്ലേ? ഇവിടെ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 200, 150, 300, 250. ഏതായിരുന്നു? 250. അന്ത് മേ യുവതി കിത്തനെ രൂപയെ മേ ഷാൾ ദേനെ കോ തയ്യാർ
ഹുയി. അവസാനം യുവതി എത്ര രൂപയ്ക്ക് ഷാൾ നൽകാനാണ് തയ്യാറായത്? 100, 150, 200, 250. ഏതാണ്? 150. കുൽ കിത്തനി ഷാളേം ഖരീദി ഗയി. ആകെ എത്ര ഷാളുകൾ വാങ്ങി? 5, 4, 3, 4. എത്രയാണ്? 5 അല്ലേ? 5 ഷാളുകൾ വാങ്ങി. പത്നിനെ ക്യാ സോച്ച്കർ അവസോസ് കിയ. പത്നി, ഈ കഥയിലെ ഭാര്യ എന്ത് ചിന്തിച്ചാണ് വിഷമത്തിൽ അസ്വസ്ഥയായത്? എന്ത് ചിന്തിച്ചിട്ടാണ്? രംഗ് പസന്ത് നഹിയായ, നിറം ഇഷ്ടപ്പെട്ടില്ല. സ്യാദാ പൈസ ദേ ദിയ, കൂടുതൽ പൈസ നൽകി. ഷാളെ കം ലീ, ഷാളുകൾ കുറവായിരുന്നു. ട്രെയിൻ ലേറ്റ് ഹോ ഗയി. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്? സ്യാദാ പൈസ ദേ ദിയെ, കൂടുതൽ പൈസ നൽകി. പതി കിസ്കി ആങ്കോ കി നമി ദേക്കർ പ്രഭാവിത ഹുവ. ആരുടെ കണ്ണുകളിലെ നനവ് കണ്ടാണ് ഭർത്താവ് പ്രഭാവിതനായത്? ബച്ചോങ്കി, പത്നിക്ക്, യുവതിക്ക്, ഗുദ്ക്ക്. യുവതിക്ക്. യുവതിക്ക് ആങ്കോങ്കി നമി ദേക്കർ പതി കോ കിസ്കി യാദ് ആയി. യുവതിയുടെ കണ്ണുകളിലെ നനവ് കണ്ടപ്പോൾ ഭർത്താവിന് ഓർമ്മ വന്നത് ആരെയായിരുന്നു? അപ്പനാ ബേട്ട, അപ്പനെ പിതാ, അപ്പനെ മാം, അപ്പനാ ദോസ്ത്, അപ്പനെ ദോസ്ത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പനെ പിതാ അല്ലെ. യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ ഭർത്താവിന് ഓർമ്മ വന്നത് ആരെയാണ്? സ്വന്തം പിതാവിനെ. പതിക്ക് പിതാ ക്യാ കർത്തതെ. ഭർത്താവിന്റെ പിതാവ് എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? റെയിൽഗാഡിമേ സാമാൻ പേച്ച്തേത്. റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു. പതിനെ യുവതിക്കോ കിത്തനെ പൈസ ദിയേ. ഭർത്താവ് യുവതിക്ക് നൽകിയ പൈസ എത്രയായിരുന്നു? 750 രൂപ അല്ലെ. 750 രൂപ. കഹാനി മേ ഗിഡ്കി കിസ് ബാത് കാ പ്രതീക് ഹെ. കഥയിലെ ഗിഡ്കി, ജനൽ, എന്തിന്റെ പ്രതീകമാണ്? ബാഹർ ദേഖ്നെ കാ മാധ്യം, ജീവൻ ഓർ അനുഭവ് കി ജലക്, ശീതൽ ഹവാ കാ സ്രോത്, ബച്ചോ കാ ജഗട. ജീവൻ ഓർ അനുഭവ് കി ജലക്. ജീവൻ ഓർ അനുഭവ് കി ജലകാണ് അതിൻ്റെ ഉത്തരം. അത്രയാണ് നമ്മുടെ ഇതിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉള്ളത്. ക്ലാസ് ഫുള്ളായിട്ട് എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.